സാധാരണപ്പെട്ട ആളുകളുടെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങളെല്ലാം നിജസ്ഥിതി നമുക്കൊന്ന് പോയി നോക്കിയിട്ട് നിജസ്ഥിതി ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ അതിനൊരു ബോർഡ് ഞങ്ങൾ പറഞ്ഞു, അതിന്റെ ബോർഡ് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ബോർഡ് കണ്ടുപിടിക്കാൻ 2 ദിവസം എടുത്തു ടെക്നീഷ്യൻ. ജോൺസന്റെ ആണ്. ഇന്നലെയാണ് ചെന്നൈയിൽ ആ ബോർഡ് കൊണ്ടുവന്നത്. പ്രോഗ്രാം അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കൊല്ലം ജില്ലാ വിക്ടോറിയ ആശുപത്രിയിൽ ഇവിടുത്തെ രോഗികൾ ലിഫ്റ്റ് തകരാറിലാണെന്നുള്ള കാരണത്താൽ അവരെ SITയിലും മെഡിക്കൽ കോളേജിലും പാരിപ്പള്ളി മെഡിക്കൽ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. 8-9 മാസത്തോളം ഗർഭിണിയായിട്ടുള്ള അമ്മമാർ, മേഡം ഞാൻ പറയേണ്ടതല്ല, 38 മാസം മുതൽ 42 മാസം വരെയാണ് ഒരു സാധാരണ സ്ത്രീ പ്രസവ കാലഘട്ടം എന്ന് പറഞ്ഞ് പ്രസവിക്കാൻ വേണ്ടിയത്. അല്ലേ പറഞ്ഞു ആണോ? അല്ലേ? ആ 42 മാസം അല്ലെ 39 മാസം ചികിത്സ എവിടെ? ഇവിടുത്തെ മിനിയ സേവിയറിനോ ബീനയോ അനുജയോ അങ്ങനെയുള്ളതാണ് ഡോക്ടർമാർ. പ്രസവത്തിന് വേണ്ടി അവരെവിടെ ഉണ്ടാവില്ല? അല്ല അപ്പം ഉണ്ടാകും. സാധാരണപ്പെട്ട ഒരാളാണ് ഇവിടെ ചികിത്സയ്ക്ക് വരുന്നത്. കൂലിപ്പണിക്കാരനാവും, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളാവും. അപ്പൊ തന്റെ ഭാര്യയ്ക്ക് വിഷമങ്ങൾ ഉണ്ടാവേണ്ട, അത് ബാധിച്ച തന്റെ കുട്ടീനെ ബാധിക്കുന്ന രീതിയിൽ തന്റെ വിഷമങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് ഭർത്താവ് 9 മാസം 10 മാസം ഭാര്യയോടൊപ്പം നിന്നാകും. ആ സാഹചര്യത്തിൽ
ഇവിടെ വരുന്ന സമയത്ത് പെട്ടെന്ന് പറയുക ഇവിടെ ചികിത്സ ലിഫ്റ്റ് കംപ്ലൈന്റ് കൊണ്ട് ഇല്ല, നിങ്ങൾ വേറെ ഒരു ഹോസ്പിറ്റലിൽ പോകണം. ഇത്ര പേര് ഞങ്ങൾക്ക് അങ്ങനെ വന്നേക്കുന്ന ഒരു അനേകം രോഗികളെ ഞങ്ങൾ കൊണ്ടുവരാം. രോഗികളെല്ലാം ഗർഭിണിയായിട്ടുള്ള അമ്മമാരെ കൊണ്ടുവരാം. 3-4 ദിവസമായി എന്തുകൊണ്ട് ലിഫ്റ്റ് തകരാറില്ല? ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് കേരള മോഡലിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണെന്നാണ് ഇവിടുത്തെ CPM ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനം പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ചികിത്സയോ ഒന്നുമില്ല. ഒരു അമ്മ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വരുന്നത് തൊട്ട് ഇവിടുത്തെ കൈക്കൂലിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുക. വീട്ടിൽ പോയി ചികിത്സിക്കാൻ 200 രൂപ, പ്രഷർ ചെക്ക് ചെയ്ത് വരുന്നത് 200 രൂപ, പിന്നെ പോയി കാണിക്കുന്നത് 200 രൂപ, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ കൈക്കൂലി, കൊച്ചിനെ കൊണ്ടുവരുമ്പോൾ കൈക്കൂലി, അങ്ങനെ സമസ്ത മേഖലകളിലും കൈക്കൂലി. ഇതൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പരസ്യമായിട്ടുള്ള രഹസ്യം. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ PRO, ഇവിടുത്തെ PRO HRM NHRM വഴി വന്നിട്ടാണെങ്കിൽ PROയുടെ ഡ്യൂട്ടി ചെയ്യണം. അല്ലാതെ ഇവിടുത്തെ ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബക്കറ്റ് ചെയ്ത് നടത്തരുത്. അത് വേണം നോക്കണം. ഞാൻ അതും കൂടെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി ഇതൊക്കെ ഞങ്ങൾ അറിയുന്നു. NHRM വരെ ഞങ്ങൾ ആ പറയുന്ന PROയുടെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ അടുത്തോട്ട് ഞങ്ങൾ എത്തിക്കും. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കും. ഇവിടെ ലിഫ്റ്റ് തകരാറില്ല. എന്തുകൊണ്ട് ലിഫ്റ്റ് തകരാറ്? ഇവിടെ വലിയ സാറ്റലൈറ്റുകൾ രാജ്യം വിടുന്നു, സൂര്യനിലേക്ക് പോകുന്നു, ചന്ദ്രനിലേക്ക് പോകുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ഒരു ലിഫ്റ്റ് തയ്യാറായ ചീത്തയായി കഴിഞ്ഞാൽ ആ ലിഫ്റ്റിന്റെ ടെക്നീഷ്യൻ വിളിച്ചുകൊണ്ട് എന്തുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല? അത് പ്രശ്നമാണ്. ഡോക്ടർ ഇവിടെ കൈ മുറിഞ്ഞൊരു ഡോക്ടർ നിൽക്കുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ നിൽക്കുന്നു. അദ്ദേഹം പോലെ ഇവിടെ ചികിത്സ ചെയ്ത് ഇവിടെ തൊട്ടടുത്ത് മുറിഞ്ഞാൽ തന്നെ അദ്ദേഹം ഇവിടെ ചികിത്സയ്ക്ക് വരുത്തില്ല. കാര്യം എന്താ? അദ്ദേഹത്തിന് അറിയാം ഇവിടെ മരുന്നില്ല. മരുന്നിന് വന്ന പൊതിച്ചോറ് കൊടുക്കുന്ന ഭയം. അതുകൊണ്ട് അദ്ദേഹം പോയി ഇവിടെ ചികിത്സയ്ക്ക് അദ്ദേഹം വേറെ എടുത്തിട്ട് പോവുക. മനസ്സിലായി? ഇവിടുത്തെ ഡോക്ടർമാരോ ഉദ്യോഗസ്ഥർ പോലെ ഈ ഹോസ്പിറ്റൽ ആശ്രയിക്കുന്നത്. കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ധാരണയുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. ലിഫ്റ്റ് എന്ന് റെഡിയാവും. മേഡം പറയട്ടെ. ലിഫ്റ്റ് എന്ന് റെഡിയാവും. മേഡം മുമ്പ് ഇപ്പം വന്ന സൂപ്പറുണ്ടാകും തോന്നില്ലേ? അന്നൊരു സാറായിരുന്നു ഞങ്ങൾ വന്നത്. അതായത് ഇവിടെ ഇങ്ങനെ മാറി വന്നിട്ട്, കാരണം ഭയങ്കര അഴിമതി എന്ന് പറഞ്ഞാൽ മൗണ്ട് കേറ്റു എന്ന് പറയുന്ന കൊടുമുടിയേക്കാൾ വലിയ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. മഹാ അഴിമതി എന്ന് പറഞ്ഞാൽ മഹാ അഴിമതി. ഞങ്ങളുടെ ഭാര്യയും ഗർഭിണിയല്ല, വിവാഹത്തിനല്ല. ഞങ്ങള് നാട്ടുകാർക്ക് വേണ്ടി ചോദിക്കുക, നാട്ടുകാരുടെ കാര്യത്തിന് വേണ്ടി ചോദിക്കുക, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചോദിക്കുക. ഏതാ ബ്രാക്സ്റ്റൺ എന്ന് പറയുന്നത് ഒരു ഹിക്കുകൾ അല്ലേ മേഡം? ഈ ഗർഭിണികൾ സങ്കോചങ്ങൾ ഉണ്ടാവുന്ന ഒരു സംഭവം ഞാൻ പുസ്തകത്തിൽ വായിച്ചു. അങ്ങനെ അത് ബ്രാക്സ്റ്റൺ എന്നാണ്, ബ്രാക്സ്റ്റൺ ഹിക്കുകൾ. അതൊരു പുസ്തകമായിട്ടും വായിച്ചു. അത്തരത്തിലുള്ള രോഗികൾക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും. അവരുടെ പ്രസവം പെട്ടെന്ന് ഉണ്ടാവുന്നവർക്ക് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ചികിത്സയില്ലെന്ന് അവർ തന്നെ സങ്കോചം. ഇതിന് ആര് ഉത്തരവാദിത്വം പറയും? സർക്കാർ ചെലവിൽ സമ്മർദ്ദമില്ലാതെ വരുന്ന ഗർഭിണിക്ക് സർക്കാർ ചെലവിൽ അധിക സമ്മർദ്ദം. അതാണ് ഇവിടുത്തെ പദ്ധതികൾ. അതാണ് മേഡം. നടക്കത്തില്ല. അതുകൊണ്ട് മേഡം കൃത്യമായി പറയണം. ഞങ്ങളിപ്പോ ഒരു സ്ത്രീ ആയതും ഞങ്ങൾക്കറിയാം മേഡത്തിന്റെ മാനസികാവസ്ഥ നമുക്ക് അറിയാൻ പറ്റില്ല, ഏതൊരു സാഹചര്യത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇങ്ങനെ സത്യതയും മാന്യതയുമായിട്ടുള്ള സംസാരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ മാന്യന്മാരല്ലെന്നല്ല അതിനർത്ഥം. സമരത്തിന് വേണ്ടി ഞങ്ങൾ ചിലപ്പോൾ ഈ പറയുന്ന മുദ്രാവാക്യങ്ങളെയും മേഡത്തിന് അസ്വസ്ഥനുണ്ടാകും, മേഡത്തിന് കലാതെ താഴെയില്ല. അപ്പൊ അതുണ്ടാവണമെന്ന് വെച്ചാണ് ഞങ്ങൾ പറയുന്നത്. മേഡം കൃത്യമായൊരു മറുപടി ഞങ്ങളോട് പറയണം. മേഡത്തിന് അല്ലെങ്കിൽ മേഡം വേണം DMOനെ ഇങ്ങനെ വന്നിരിക്കുന്നു. DMOനെ വിളിച്ചിട്ട് വസന്തകുമാർ സാറിനെ വിളിച്ചിട്ടുണ്ട്. സാറിന്റെ പുത്തനടയിലുള്ള വസതിയിലേക്ക് യുവമോർച്ച പ്രവർത്തകർ 48 മണിക്കൂറിനുള്ളിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വരും. സാർ അവിടെ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സാറിന്റെ വീടിന് മുമ്പിലെത്തി. അതിന് വേണമെങ്കിൽ സാർ ഇവിടുത്തെ മേയറിന്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞങ്ങളുടെ പ്രതിഷേധ സമരം എങ്ങനെയാണ്. അതുകൊണ്ട് ഈ കാര്യം പറയുമ്പോൾ ആ കാര്യം വളരെയധികം ഗൗരവത്തോടെ ഞങ്ങൾ കണ്ടിരിക്കുക. ഞങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ അറിയാം. ഇനി മേഡത്തിന് മേഡത്തിന്റെ പേരെന്താ? സുമി മേഡം പറയും. ഇന്നിപ്പോ ബുധനാഴ്ച ആദ്യം തന്നെ വേറൊരു സാധനം കൊണ്ടുവന്നിട്ട് നോക്കുന്നത് അത് ഞാൻ ശരിയാവില്ല. പിന്നെ തിങ്കളാഴ്ചയാണ് കറക്റ്റ് ആയിട്ട് ഇതാണ് സംഭവം പറയുന്നത്. അതനുസരിച്ചിട്ട് ഇവർ എസ്റ്റിമേറ്റ് അത് 1.5 ലക്ഷം രൂപയുടെ ഇത്ര പൈസയുടെ അത് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ ഇലക്ഷന്റെ സമയത്ത് റിസ്ക് എടുത്ത് തന്നെയാണ് ഞങ്ങൾ വായിക്കുന്നത്. ഇന്നലെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ പണി നടന്നു. പിന്നെ എമർജൻസി കേസസ് ആക്സിഡന്റ് ടിക്കറ്റ് കാര്യം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വരുന്ന ഒരു കേസും ഇവിടുന്ന് റെഫർ ചെയ്തിട്ടില്ല. ഇവിടെ എന്തെങ്കിലും ഇതായിട്ട് വരുന്ന കേസസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഡേറ്റ് കൊടുത്ത് മാറ്റി വെക്കാവുന്ന സർജറികൾ മാത്രമേ മാറ്റി വെച്ചു. മേഡം ഒരു സ്ത്രീയാണ്, 9 മാസം ഗർഭിണിയായിരിക്കുന്ന മേഡം. ചികിത്സ മൊത്തം ഒരു ഹോസ്പിറ്റൽ. പെട്ടെന്ന് വന്ന് ഇവിടെ ചികിത്സ ലിഫ്റ്റ് കംപ്ലൈന്റ് ആണ്. അതുകൊണ്ട് ലിഫ്റ്റ് കംപ്ലൈന്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ പാരിപ്പള്ളിയിൽ വെക്കും, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ മേഡത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇന്നലെ വന്നൊരു പേഷ്യന്റിനെ എടുത്തു.
ഞങ്ങൾ ഇഷ്യൂ കൊണ്ട് ഇപ്പം ഞങ്ങൾ മേഡത്തിന് മുമ്പ് ഇഷ്യൂക്കൾ കൊണ്ടുവന്ന മേഡം അത് പരിഹരിക്കാൻ സാധിക്കൂ. ഏതാ ഇവിടെ അതുകൊണ്ട് വ്യക്തമായ തെളിവ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ഞങ്ങൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ റെഫർ ചെയ്ത 1-2 അനുജ മേഡത്തിന്റെയും മറ്റു കേസുകൾ ഇവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവര് മോശമെന്നുള്ള അല്ലെങ്കിൽ അങ്ങനെയല്ല, അവരെ കാണിക്കുന്ന രോഗികൾക്ക് പോലും ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയുക. അപ്പം അത് മേഡം കൃത്യമായിട്ട് മനസ്സിലാക്കണം. മേഡം ഇവിടെ നിന്ന് ഈ സിസ്റ്റത്തിൽ നോക്കിയിരുന്നല്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും മേഡം അറിയുന്നു അല്ല അറിയിക്കുന്നില്ല നിങ്ങൾക്ക് സംശയമുണ്ട്. മനസ്സിലായോ? ഇവിടുത്തെ ആറന്മായിട്ടുള്ള മറ്റേ എന്താ പേര് ശരണ്യ മേഡം, ആ മേഡത്തിന്റെ പേരിലുണ്ടായിരുന്നു. ഞങ്ങൾ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു. പല ആൾക്കാരും ഇവിടെ ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു. ആ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്നത് അല്ല ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന പ്രവർത്തകന്മാരുടെ ഭാര്യമാരൊന്നും ഗർഭിണിയായിട്ട് ഇവിടെ ചികിത്സിക്കൊണ്ടിരുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാർക്കല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം തായ്പൂലി ആ പൈസ ഉണ്ടെങ്കിൽ അല്ല മേഡം തമാശ മേഡത്തിന് തമാശയെ ആണ് നടക്കുന്നല്ലേ മേഡം പറയുന്നത്. നടക്കുന്നു അല്ല മേഡം അംഗീകരിക്കും അല്ല മേഡം പറഞ്ഞിട്ടില്ല. അതല്ല മേഡം 3000 രൂപ കുഞ്ഞി പരമ്പോ കൊടുക്കും, പേരം കൊടുക്കും. ഇതൊക്കെ ഇവിടെ അറിയുന്ന എങ്കിൽ നീക്ക് നല്ല പണി ഇതും ചെയ്യുന്നില്ല. ഇവിടെ പൈസ കൊടുക്കാൻ കാരണമില്ലാതെ ഒരു അമ്മ എനിക്ക് അറിയാം, അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കടന്നു തരാം. ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ കൊടുത്തില്ല എന്നുള്ള കാരണത്താ ഒരു അമ്മയുടെ വയറില് സ്റ്റിച്ചിട്ട് അത് വ്രണമായി. എന്നിട്ട് ഇവിടെ വന്നപ്പം കൃത്യമായ ചികിത്സ കൊടുത്തില്ല. കാര്യം എന്താ കൈക്കൂലി കൊടുത്തില്ലെന്ന് പറയുന്ന കാര്യം ഏതാ നിർദ്ധന കൂലിപ്പണിക്കാരന്റെ ഭാര്യ ഇവിടെ വരുന്നത്. ഒരു ജോലി ഇല്ലാത്തവരുടെ ഭാര്യയൊക്കെ അറിയണം. അവിടുന്ന് 3000-2000 എവിടെ നിന്നും കടം മാറ്റുന്ന കൊണ്ട് കൊടുക്കുന്നു എന്റെ ഭാര്യയ്ക്ക് ചികിത്സ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇത് എന്ന് റെഡിയാവും? ഈ പറഞ്ഞ ഈ ലിഫ്റ്റിന്റെ കാര്യം എന്ന് റെഡിയാവും? അങ്ങനെ പറയാൻ ചെയ്തത് മേഡം. അങ്ങനെ മേഡം അതിന്റെ ഉദ്യോഗസ്ഥരെ വിളിക്കും. അതിന്റെ പ്രധാനപ്പെട്ട DMO വിളിക്കും. മേഡം DMO ഇങ്ങനെ യുവമോർച്ചക്കാരെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുവാണ്, പിന്നെ അറാസ് ചെയ്തുകൊണ്ടിരിക്കും. എന്റെ സാധാരണ ശനിയാഴ്ച തൊട്ടോളം ടെക്നീഷ്യന്റെ പണിയാണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ട് ഉഷാറാവുന്നില്ല ഇത്? പ്രോഗ്രാമിന്റെ ബോക്സ് 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇന്നലെ വൈകിട്ടാണ് ചെന്നൈയിൽ നിന്ന് ഇവിടെ എത്തിയത്. എന്നിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റും. ചെന്നൈയിൽ നിന്ന് ഇവിടെ ഇപ്പൊ 1 ലക്ഷം രൂപ സാധനം ഇവിടെ ബോക്സ് എത്തിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ കാര്യം ഇവിടുന്ന് ചെന്നൈ വരെ പോയി എത്ര നേരം എടുക്കും? 2 കോടി 3 കോടി രൂപ ചെലവാക്കിയ CT സ്കാൻ ഒരു വർഷം പറയട്ടെ. CT സ്കാൻ ഞാൻ പറയട്ടെ 2-3 കോടി ചെലവാക്കുന്ന CT സ്കാൻ മെഷീൻ ആജീവനാന്ത കാലം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ട് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ CT സ്കാൻ മെഷീൻ പ്രവർത്തിക്കുന്നില്ല. തൊട്ടടുത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇരിക്കുന്നതിനായി മെച്ചമുള്ള CT സ്കാൻ എന്ന് പറഞ്ഞത് അവിടെ നിന്ന് കംപ്ലൈന്റ് വരുന്നില്ല. ഏതാ മേഡം? സമസ്ത മേഖല അഴിമതിയാണ്. ഇതൊന്നും ഈ സാഹചര്യം ന്യായീകരിക്കും. സാറിന്റെ ഉദ്യോഗം ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യം സംരക്ഷിച്ചല്ല നമുക്ക് തന്നെ ടെക്നിക്കൽ സൈഡ് അറിയുന്നില്ല. അറിയാവുന്ന ഒരാളുണ്ട്. അപ്പൊ സാറ് പറഞ്ഞ കാര്യമില്ല. ഈ സാർ പറഞ്ഞിട്ട് കാര്യം ഈ സാറിന് ടെക്നിക്കൽ വശങ്ങൾ അറിഞ്ഞുകൂടാ. അപ്പൊ ടെക്നിക്കൽ വശം മേഡം ഞങ്ങൾക്ക് ടെക്നിക്കൽ വശം അറിയാമോ? അറിയുന്നില്ല. കൃത്യമായിട്ട് ഇവിടുത്തെ അവരെ വിളിച്ചിട്ട് ഇത് സ്ട്രോങ് ആയിട്ട് മറുപടി ആദ്യമേ ഞാൻ ചോദിച്ചപ്പോൾ മേഡം പറഞ്ഞു പണി അവിടെ നടക്കുന്നത് എപ്പോൾ റെഡിയാവും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. മറുപടി ആയിരിക്കും ഞങ്ങളുടെ പറയുന്നത്. ഉത്തരവാദിത്തമായിട്ട് മേഡമാണ് ഇത് അന്വേഷിക്കേണ്ടത്. മേഡം ഇപ്പോൾ വിളിച്ചിട്ട് ശനിയാഴ്ച വന്ന് സാധനങ്ങളും ശനിയാഴ്ച ചീത്തയാണ്. എത്ര രോഗികൾ ഈ നാട്ടിലുള്ള എല്ലാ അമ്മമാരും വിഷമത്തില്ല. നിങ്ങൾക്ക് അറിയാതെ അവര് വിഷമത്തിലൂടെ പറഞ്ഞാലേ ചികിത്സയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്ന ഭയം കൊണ്ടത് പറയുന്നില്ല. കാരണം കോഴിക്കോട് ശസ്ത്രക്രിയ ആയതിന്റെ ഗർഭിണിയായ അമ്മ ശസ്ത്രക്രിയ ആയതിന്റെ പറയുന്നത് കഴിഞ്ഞ തുടങ്ങിയപ്പോ വൈദ്യം കേരള മോഡൽ ഇരിക്കേണ്ട പുതിയൊരു കത്രിക. അതാണെങ്കിൽ ഈ അമ്മമാര് പൈസ കൊടുത്തില്ലെങ്കിൽ ഇവിടെ പ്രശ്നം വന്നു പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വൈദ്യം അല്ലെ കത്രിക അല്ലെങ്കിൽ സംഭവം വെച്ച് വന്നാൽ പേടിയുണ്ട് അതിന് ഉണ്ടായിരിക്കും. ഉള്ളതാവട്ടെ അങ്ങോട്ട് പോകാൻ കഴിക്കും. ഏതാ അമ്മമാർക്ക് ഇവിടെ പേറ്റ് ചെയ്തതിനാ ഇവിടുത്തെ ഡോക്ടർമാരെല്ലാം ലാവിശായിട്ടിരിക്കുന്നത്. അവർക്ക് ഇതൊന്നും അറിയണം. എന്ത് അമ്മക്ക് എന്ത് വരും? നമുക്കിവിടെ കാര്യങ്ങൾ എന്തോന്ന് ചിന്ത ഇവിടുത്തുള്ള ആൾക്കാർക്ക്. ഞാൻ പറഞ്ഞ കാര്യം വേണം പറയുന്നത്. മേഡം ഒരു ദിവസം ഒന്ന് ഇറങ്ങി നോക്കണം. ഇവിടുത്തെ അമ്മമാരെ വിളിച്ചത് ചോദിക്കണം. അമ്മമാരെ എന്താ കാര്യങ്ങൾ, വിഷമമുണ്ടോ, പ്രയാസമുണ്ടോ ചോദിക്കണം. ഇതിനു മുമ്പ് ഞങ്ങൾ വന്നു ഇവിടെ കൊച്ചിന് ആന്റിബയോട്ടിക് കൊടുത്തില്ല. ഈ സാറിന് ഞങ്ങൾ മുമ്പ് വന്നു. ഞങ്ങൾ നിരന്തരം വരുന്നേ ഇവിടെ. നിരന്തരം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉപരോധമുണ്ട് ഇവിടെ. ഏതാ ഞങ്ങൾ എന്തുകൊണ്ട് വരുന്നു? ഇവിടെ സമരം നടത്തി ഞങ്ങളുടെ കേസെടുക്കും. ഞങ്ങൾ ഈ നാടിന് വേണ്ടി സമരം നടത്തുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി. ഇവിടുത്തെ അമ്മ നാളെ ഇവിടെ നടക്കരുത് ഇങ്ങനൊരു പ്രശ്നം. അതിന് വേണ്ടി കാര്യത്തിന് അവർ മേഡം കൃത്യമായി DMOനെ വിളിക്കണം, വസന്തകുമാർ സാറിനെ വിളിക്കണം, അല്ലെങ്കിൽ പഞ്ചായത്ത്. അപ്പൊ അടുത്താളെ DMO. അപ്പൊ അടുത്താളെ വിളി. പെട്ടെന്ന് റിട്ടയർഡ് ആയിക്കൊണ്ടിരിക്കുക. ഉള്ളതെല്ലാം കട്ട് ആൾക്കാർക്ക് റിട്ടയർഡ് ആയിക്കൊണ്ടിരിക്കുക. കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപയുടെ പുതപ്പഴിമതി നടത്തി സാറ് റിട്ടയർഡ് ആയി. ഇതൊക്കെ എന്താ പറഞ്ഞാണ് 51 ലക്ഷം രൂപയുടെ 3000 പുതപ്പുകൾ. സമസ്ത മേഖലകൾ പുതപ്പി തുടങ്ങുന്ന അഴിമതി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ആശുപത്രിയുടെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തപ്പോൾ പുതപ്പങ്ങ് വാങ്ങി.
മേഡം വിളിച്ചു ചോദിക്കും. എന്നിട്ട് ഇതിന്റെ ആള് ടെക്നീഷ്യനോട് ചോദിക്കും. അല്ല മേഡം ഇത് നിസ്സാരമായിട്ട് കാണരുത്. ഇതിപ്പം ഞങ്ങള് 10-15 ചെറുപ്പക്കാർ ഞങ്ങളുടെ ആരെയും ഭാര്യമാരുടെ ഗർഭിണിയായിട്ട് വന്ന് കിടക്കുക. ഞങ്ങൾക്ക് ആവശ്യം ഒരാഴ്ചയായിട്ട് നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിസ്സാരവൽക്കരിച്ച് കാണത്തില്ല. ഞാനിവിടെ ആദ്യമേ ചോദിച്ചപ്പോ ഇവിടെ ആധുനിക മെച്ചപ്പെട്ടിരിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആണ് ഇവിടുന്ന് ചെന്നൈ 3 ദിവസം കാത്തിരിക്കുന്നതിനാ. പെട്ടെന്ന് അടുത്ത സംവിധാനം വിട്ട് ഫ്ലൈറ്റിൽ വിട്ട് സാധനം വരാൻ വേണം തിരുവനന്തപുരത്ത്. ഫ്ലൈറ്റിൽ സാധനം വരണം. മണിക്കൂറിൽ തിരുവനന്തപുരത്ത് വരും. ചെന്നൈ വരെ കാത്തിരിക്കുന്നു. വണ്ടി പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നതാണ് എം എൽ എ മരിച്ച ശവങ്ങളാണ്ട് ഇരിക്കുക 15 പേര്. ഇവിടുന്ന് ജില്ലാ ഇവിടുന്ന് അങ്ങോട്ട് പോവാ. കാണിച്ചു തരാം എന്റെ ഫോണിലെടുത്ത്. മൊത്തം ജില്ലാ ആശുപത്രി പക്ക അങ്ങനെ പറക്കുക. ഈ തൊട്ടപ്പുറത്തെ ഹോസ്പിറ്റലിൽ 6 മാസമായി ഇവിടുത്തെ ജില്ലാ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടുണ്ട്. ഒരു രോഗി രൂപമായിട്ട് വന്നതാ. കൈ പ്ലാസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് കൂടുതലാണ്ട് പഴുത്ത് അഴിഞ്ഞതാ. ഇത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല നമ്മൾ വിചാരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനല്ല. ഇല്ലെങ്കിൽ ഈ പ്രശ്നം ഞങ്ങൾ ഞങ്ങളൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ DMOയുടെ വീട്ടിലോട്ട് ഞങ്ങൾ പ്രതിഷേധമായിട്ട് നിങ്ങളിവിടെ വന്നിട്ട് ഉണ്ടാവുന്നില്ല. അപ്പൊ നിങ്ങളിവിടെ വരണ്ട. നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ സമരമായിട്ട് ഞങ്ങൾ വരും. ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ ശാശ്വതമായ പരിഹാരം 48 മണിക്കൂറിനകത്ത് ഇത് റെഡിയാവും. അപ്പോഴാണ് അവരെ കംപ്ലൈന്റ് അപ്പൊ അന്ന് നോക്കാം. ആ ഒരു ബോർഡ് മാറ്റണം. ആ ബോർഡിന്റെ പേരെന്താ? അപ്പൊ ടെക്നീഷ്യൻസിന് ഇപ്പൊ തന്നെ വിളിയല്ല. ആരാണോ കോർഡിനേറ്റ് ചെയ്യുന്നത് അവരെ വിളിച്ചിട്ട് ഈ ബോർഡ് വന്ന് ഇത് ഓക്കെ ആണോ, ഇത് കൃത്യമായിട്ട് മറുപടി റെഡിയാവോ ഇല്ലയോ അങ്ങനെയൊന്നും പറയണ്ട. മേഡം വൈകുന്നേരം തന്നെ പറഞ്ഞത്. അല്ല മേഡം ചോദിച്ചു ഉച്ചയോടെ ശരിയാക്കി തരാന്ന് പറഞ്ഞത്. ഓക്കെ മേഡം അത് കേട്ടി പറഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് വന്നാൽ വൈകിട്ട് ശരിയാക്കി തരാം. മേഡം അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല മേഡം പറയുന്നത് ഇവിടെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് ഇവിടുത്തെ ആൾക്കാരുണ്ട്. ഡോക്ടർ എഴുതിപ്പം അവിടെ നിൽക്കുന്ന ആരെങ്കിലും എടുത്ത് അൾട്രാസൗണ്ട് ചെയ്ത് വിടും. ഇവിടെ നിരന്തരം പ്രശ്നങ്ങൾ. ഇവിടെ സാധാരണപ്പെട്ടവർക്ക് അറിഞ്ഞു. ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് ചോദിച്ചു നോക്കും ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ. ഇവിടെ സ്റ്റാഫുകൾ ഇവിടുത്തെ ആൾക്കാരെ വീട്ടുകാരെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. കാരണം ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് തെറ്റായ ചികിത്സ കൊണ്ട് മരണപ്പെടുകയും മറ്റു രോഗങ്ങളിലും മറ്റു പ്രശ്നങ്ങളായിട്ട് പോകുന്നത്. മേഡത്തിന് അതിനകത്തുണ്ടാ ഏതാ ഈ മെഡിക്കൽ സയൻസ് ജനങ്ങളെ രക്ഷിക്കാനുള്ള സാധനമാണ്. ഇത് കൊലക്ക് കൊടുക്കുന്ന സംഭവമാണ്. വിടുവാണ് സ്കാൻ. ഇവിടെ ചുമ്മാ പറഞ്ഞ പോയി നോക്ക്. അവിടെ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരാൾ ചുമ്മാ പോയാൽ മതി. തലവേദന എടുക്കും. CT സ്കാൻ ഇടും. അവിടെ ആള് കാണത്തില്ല. എന്തെങ്കിലും അത് ചെയ്ത് വിട്ടിട്ട് നിന്റെ തല ബ്രെയിൻ ട്യൂമറാണ് ചത്തുപോകും. പേടിച്ചു. അങ്ങനെ ചുമ്മാ ഒന്നും അറിഞ്ഞാത്തമാരെ പിടിച്ചിരുത്തേക്ക് അതിനകത്ത്. കാരണം എല്ലാം അന്തിമ നിയമനം. കൃത്യമായിട്ട് പഠിച്ച് വിദ്യാഭ്യാസം ഉള്ളവർക്ക് ആ പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കും. പക്ഷെ മൊത്തം അനധികൃത നിയമനം പാർട്ടിക്കാരെ നിയമിക്കുമ്പോൾ അവനെല്ലാം അറിയാവോ. ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞു ക്യാൻസർ ആണ് എഴുതി വിറേ നേരെ പോയിട്ട് NS-ലോട്ട്. ഏതാ 7-8 മാസമായിട്ട് NS ഹോസ്പിറ്റലിൽ അല്ല ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഇവിടെ എന്തില്ല ഓപ്പറേഷൻ തിയേറ്റർ തുറന്നില്ല. മറിച്ച് NS ഹോസ്പിറ്റലായപ്പം 2 ഓപ്പറേഷൻ തിയേറ്റർ സംവിധാനം തുറന്നു. രോഗികളുടെ തലയിൽ കയറാനും അവരെ ആവശ്യമില്ലാതെ അവരെ ചുറ്റടിക്കാനും വെള്ളം വെക്കാനായിട്ട് എല്ലാ സ്റ്റാഫുകളിലും കുറച്ച് വരും. എല്ലാ എല്ലാത്തിനും കുറച്ച് വർക്ക്. എല്ലാത്തിനും ഒരു ഞങ്ങളെല്ലാം പറയുമ്പോഴേക്കും ഇവിടെ പാർട്ടിക്കാരന്മാർ ഞങ്ങളതിന്റെ ശിക്ഷ കൊടുക്കുക. എന്താണ് മേഡം? മേഡം ചോദിക്കുന്നു മേഡം വിളിക്കൂ. भारत माता के युवा मोर्चा के പ്രതിഷേധം 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 പ്രതിഷേധം. ഇപ്പൊ ഒരു പ്രതിഷേധം നടത്തി ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ഇത് റെഡിയാവുന്നത് കാരണമാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്.
പക്ഷെ അതിപ്പോ മേഡം പറയുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കോ. പക്ഷെ ഞങ്ങളുടെ നമുക്ക് ഇത്രയല്ല 10,500 യൂണിറ്റും കാര്യങ്ങളെല്ലാം ഉള്ളത്. ഞങ്ങൾ 10 പേരെ വേറെ വിടും. നിരന്തരം അറസ്റ്റിംഗ് സംസാരിക്കണമെന്ന് പറഞ്ഞ് സംസാരിക്കും. അതിന് വേറെ പ്രശ്നമില്ല. അത് വേണമെന്ന് കാര്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉപരോധം നടക്കത്തില്ല. ഉപരോധമാണെങ്കിൽ പുറത്താണ്. അല്ല ഞങ്ങൾ പുറത്തിരുന്നോളാം, കുഴപ്പമില്ല. അപ്പൊ ജനങ്ങളും പേഷ്യൻസും എല്ലാം കാണുമല്ലോ സാർ. അപ്പൊ മേഡത്തിനെല്ലാം പിന്നെ നാണക്കെടും. ഇവിടെ വന്ന് ഞങ്ങൾ സമാധാനമായിട്ട് കാര്യം സംസാരിക്കുമ്പോൾ രോഗികൾക്ക് ബുദ്ധിമുട്ടാവരുത്, അവിടെ വരുന്ന ആകെ എമർജൻസി ആയിട്ട് വരുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഞാൻ ഫ്രണ്ട് ഇരിക്കാത്ത. അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഫ്രണ്ട് ചെയ്യുന്നത് ജനങ്ങൾ കാണണം. ഇവിടുത്തെ നടക്കുന്ന ആൾക്കാർ ഞങ്ങൾ അറസ്റ്റ് ചെയ്താൽ പോട്ടെ, പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾ ഈ കാര്യം നടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മേഡത്തിന്റെ മുമ്പ് ഈ കാര്യം നടക്കണം. മേഡം വിളിച്ചു വന്നിട്ട് ഇത് നടക്കും, എപ്പം നടക്കും, എപ്പം റെഡിയാവും കൃത്യമായിട്ട് ആ ആൾക്കാരെ വിളിച്ച് ചോദിക്കണം. ഇവിടെ ഇങ്ങനെ പ്രശ്നം നടക്കുകയാണ്, ഇവിടെ പ്രശ്നമാണ്, അമ്മ അടുത്ത വന്നാൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങനെ കഴിഞ്ഞ അവർക്ക് പറയുമ്പോൾ അവർ ഫാസ്റ്റ് ആക്കും. അമ്മ ചായ വടയും കുഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിയിട്ട് വർക്ക് ചെയ്യും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ, എമർജൻസിയാന്ന് പറയണം, ഇത്രയും പ്രശ്നമാണ് സാറേ. ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് 9 മാസം ഗർഭിണിയായിട്ടുള്ള അമ്മ വേദനയായിട്ടുള്ള ഇല്ല, നിങ്ങൾ വേറോട്ട് പോകാൻ ഇഷ്ടമില്ല, നിങ്ങൾ എസ്ഐലോട്ട് പോകും. അപ്പൊ ഇനി എസ്ഐ വേറെ ഹോസ്പിറ്റലിൽ അവർക്ക് മാനസിക സമ്മതം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് നിസാറായിട്ട് കാണാതെ മേഡം വിളിച്ച് ഫോളോ അപ്പ് ചെയ്യും. മേഡം നിസാറായി വൽക്കരിക്കുന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. ചുരുങ്ങിയ ടൈം അല്ല മേഡം, ഇതൊരു ആശുപത്രിയെ സംബന്ധിച്ച് ചുരുങ്ങിയ ടൈം അല്ല. ഇതൊരു ഓഫീസോ മറ്റു കാര്യങ്ങളോ മറ്റു സ്ഥാപനമാണെങ്കിൽ മേഡം പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കായിരുന്നു. ഇത് വളരെ അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ നടത്തുന്ന പ്രസവം പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരു ആശുപത്രിയാണ്. അപ്പൊ ഇത് ചുരുങ്ങിയ ടൈമാണ് കഴിഞ്ഞ 4-5 ദിവസം എന്ന് പറഞ്ഞാൽ. വെള്ളിയാഴ്ച തീറ്റായെങ്കിൽ ഇപ്പൊ ബുധനാഴ്ച ആയിരിക്കും, ഒരാഴ്ചയായി. ചുരുങ്ങിയ ടൈമാണോ ഈ പറയുന്നത്? ചെന്നൈയിൽ സാധനം വരാൻ ഫ്ലൈറ്റ് വരുന്നതിന് 8 മണിക്കൂർ 2 മണിക്കൂർ സംവിധാനം കിടക്കുമല്ലേ മേഡം. ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് എന്ന് പറയുന്നത് അല്ല, അത് ചുരുങ്ങിയ സമയം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും മേഡം അത് വിളിച്ച് കൃത്യമായിട്ട് മറുപടി. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ 11:30 ഉച്ചയാവാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിന്റെ സ്റ്റാറ്റസ് എന്തായാലും 1 മണിക്കൂറിനകത്ത് തീരുവൻ തിരക്കും മേഡം. 1 മണിക്കൂറിനകത്ത് ഉച്ചയാവും, 1 മണിക്കൂറിനകത്ത് 1 മണിയാവും. മേഡം ഇതിനകത്ത് കയറിയപ്പോൾ മേഡം മേഡത്തിന്റെ മറ്റു ജോലികൾ ചെയ്താൽ ഈ കാര്യം നടക്കില്ല. അത് നിങ്ങൾ തിരക്കണം. നിങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ തിരക്കണം, അറിയാവുന്നവർക്ക് തിരക്കണം, അറിയാവുന്നവർക്ക് തിരക്കണം. ടെക്നിക്കൽ വശം അറിയാമോ? നമുക്ക് ആർക്കും അറിയില്ല. ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ കാര്യം സാറിന് അറിയാമോ? നിങ്ങൾക്കറിയാം? അറിയില്ല. നമ്മൾ ഈ ഒരു വർഷം ഞാൻ പറയാം. ഇപ്പൊ സാർ എനിക്ക് അറിയാവുന്ന സാറ് 10 മിനിറ്റ് ഇറങ്ങി ഞാൻ പോയി പഠിച്ചിട്ട് വരാം. നമ്മൾ ഈ നാട്ടിൽ പറഞ്ഞ ഇപ്പൊ സാറിന് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് അന്വേഷിച്ചിട്ട് വന്നത്. നമ്മൾ പഠിക്കാൻ നിന്നാൽ നമ്മൾ മൊത്തം അന്വേഷിക്കും. സാറിന് ബുദ്ധിമുട്ടാവും. പിന്നെ സാറിന്റെ പ്രസ്തുതി ഞാൻ വന്നിരിക്കേണ്ടി വരും. മനസ്സിലായി? അല്ല പറയട്ടെ, ഒന്നാമത്തെ കാര്യം ഇപ്പൊ സാർ ഇപ്പം പറഞ്ഞു സാർ ഈ കാര്യങ്ങളൊക്കെ സാർ മേഡത്തിന് വരാവുന്നുണ്ട്, മേഡം സാർ ഇടപെട്ടായിരിക്കും. പറയട്ടെ, അല്ല സാർ ഇവിടെ സാർ ഇവിടെ നടന്ന അറിയിച്ചല്ല, സാർ അറിയിച്ചല്ല. ഞാൻ പറഞ്ഞ സാറ് കാര്യം കേട്ടോ. 9 മാസത്തോളം ഗർഭിണിയായ അമ്മ, കൂലിപ്പണിക്കാരന്റെ ഭാര്യ, 200, 3000, 2000 ഡോക്ടർമാരെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്ത് കൊടുത്തിട്ട് വരുമോ? ഇവിടെ വരുമ്പോൾ പറയുന്നത് ചികിത്സ ഇല്ല. ഇവിടെ നിങ്ങൾ SAT പോകണം. വിട്ടിട്ടില്ല, എഴുതി വിടുന്ന പറഞ്ഞ റെഫർ ചെയ്യുന്നുണ്ടല്ല. ഞാൻ ഇപ്പൊ ആളെ കൊണ്ടുവന്ന സാറ് വിടുന്ന സാർ ഈ പത്രിക രാജിവെച്ച് പോവാമോ? ഞാൻ ആളെ 2 പേരെ കൊണ്ടുവന്ന് മേഡവും ലിഫ്റ്റിന്റെ കംപ്ലൈന്റ് കൃത്യമായി പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ സാർ ഈ തസ്തിക അല്ലെ ഞാൻ ഈ പണി ഇവിടെ നിർത്തി ഇവിടുന്ന് ഉപേക്ഷിച്ച് പോവുക. സാർ പോവാമോ? അംഗീകരിക്കാവോ? ഇനി ഇപ്പം കൊണ്ടുവരാളാ, കൊണ്ടുവരല്ല നമുക്ക് ആളാ. ഇപ്പൊ ഞങ്ങൾ അല്ലല്ല സാറിന് സാറിന് ഇപ്പൊ നമ്മുടെ ജോലി റെഫർ ചെയ്യാൻ റെഫർ ചെയ്താൽ അയച്ചതല്ല. അവരടുത്ത് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ ഇവിടത്തെ ലിഫ്റ്റ് തകരാറിലാണ്, നിങ്ങൾ പാരിപ്പള്ളി പോകേണ്ടി വരും പറഞ്ഞു കിട്ടുന്നല്ല. അങ്ങനെ തരത്തിലോട്ട് ലിഫ്റ്റ് ഡിലേ ആവുന്നതനുസരിച്ച് പ്രസവം വന്ന് എവിടെ പ്രസവിക്കും? സാധാരണ കേരളത്തിൽ ഇപ്പൊ ഫ്ലാറ്റുകളിലാണ് പ്രസവിക്കുന്നത് അമ്മമാർ, അല്ലാണ്ട് വീട്ടിൽ പോയി പ്രസവിക്കാൻ പറ്റും. കണ്ടില്ല നമ്മുടെ കുഞ്ഞിനെ പ്രസവിച്ച് എന്തായാലും അറിഞ്ഞത് വീട്ടിൽ പോയി പ്രസവിക്കാൻ പറ്റാമോ? ഇല്ല. മാഡം ഇപ്പൊ ഒരു കാര്യം ചെയ്യും, കൃത്യമായിട്ട് അവരെ വിളിച്ചിട്ട് 11:30 11:39 11:40 കൃത്യമായിട്ട് എപ്പോഴത്തേക്ക് റെഡിയാവും എന്നുള്ളതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലാവും. ഞങ്ങൾക്ക് കാര്യങ്ങൾ വേണം പറയാൻ അംഗീകരിക്കാൻ പറ്റും. കൃത്യമായി മറുപടി പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് പിന്നീട് അത് അന്വേഷിക്കാൻ പറ്റും. അതല്ല മേഡം ഇങ്ങനെ ഇത്
നമസ്കാരം. പിന്നെ ആ പേഷ്യന്റെ പേരെന്തായിരുന്നു? നമ്മുടെ പെങ്കൊച്ചിന്റെ പേരെന്തായിരുന്നു? ഐശ്വര്യ. ഡോക്ടറിന്റെ പേരെന്തായിരുന്നു? ബീന. ഡോക്ടറുണ്ടോ? ഐശ്വര്യ ബീന. സാർ ഐശ്വര്യ ബീന. ഈ സാറ് രാജിവെക്കണേ വിടുന്നു. ഏതാ മേഡം കേട്ടുണ്ട്? മേഡം ഇത് സ്ഥിതിക്ക് ഇരിക്കാൻ ഇത് അർഹതല്ല. ഐശ്വര്യ ബീന. തിരക്ക് ഞങ്ങൾ പറഞ്ഞില്ല. ഇതിപ്പോ സാമ്പിള് ബാക്കിയുള്ള ഇപ്പൊ ഞങ്ങൾ തെറ്റായ 100 കണക്കിന് ആൾക്കാർ വരും. മേഡം ഞങ്ങള് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ ഞങ്ങളെ ആശ്രയിക്കുന്നവർ ഞങ്ങളെ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ സെക്യൂരിറ്റിമാർ കാണിക്കുന്ന തോന്നിവാസങ്ങളടക്കം മുഴുവൻ കാര്യങ്ങൾ ഇവിടെ വരുന്ന പേഷ്യൻസ് കൃത്യമായിട്ട് ഞങ്ങളെ അറിയിക്കും. അത് അറിയുന്നതിന്റെ ബേസിലാണ് ഞങ്ങൾ വരുന്നത്. അല്ലാതെ ഇന്ന് വൈകിട്ടാവും അവര് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വൈകിട്ട് എത്ര മണിയാവും? വൈകിട്ട് 5 മണിയാകുമ്പോൾ തീരുന്ന 5 മണിയാകുമ്പോൾ ലിഫ്റ്റ് പ്രവർത്തിക്കും. ഇപ്പൊ ഓടിത്തുടങ്ങി. ഇനി റോപ്പും പിന്നെ അത് വയറെല്ലാം ഓടിയിട്ടുണ്ട്. അത് വന്ന ബോർഡ് കുറച്ച് കഴിയുമ്പോൾ അത് ഷൂട്ടാവാതെ മാറിപ്പോകും. ബോർഡ് മാറിപ്പോയെന്നാ 5 മണിയാകുമ്പോൾ പക്കയായിട്ട് വർക്കിംഗ് ആവും. രോഗികൾക്കെല്ലാം അങ്ങനെ പോകും. അവരാണ് ദിവസം കണ്ടിന്യൂ ആവും. 100% ഉറപ്പാണ് അവിടെ. അല്ലെ? മേഡം 6 മണി തൊട്ട് 1 മണിക്കൂർ 6 മണി. ഇനി റോപ്പും കൂടി ഇച്ചിരി മുറുക്കാണ്ട് വയറിങ്ങനെ ഊടിയിട്ടാണ് അതിലേക്ക് കൊടുത്താൽ മതി. ഒന്ന് ഓട്ടിച്ചു നോക്കണം. ഓടുന്നോണ്ടൊന്ന് നോക്കിയാൽ മതി. അത്രയും ഓടത്തിന്റെ കുഴഞ്ഞു ഇല്ല അതൊന്നും കേൾക്കുന്നു. റോപ്പൊക്കെ ടൈറ്റായി കിട്ടിയാൽ മേഡം 5 മണി എന്നുള്ളത് 1 മണിക്കൂർ 6 മണിയാവുന്ന സമയത്ത് ഞങ്ങൾ ഒന്നുകൂടെ വരും. അല്ലെങ്കിൽ മേഡത്തിന്റെ നമ്പർ ഞങ്ങൾ വിളിക്കും. 6 മണിക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾ സാറ് പറഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങുന്നു. ഇവിടെ നാളെ പുറത്തുനിന്ന് മേഡത്തിന് വസതി വിടാൻ അന്വേഷിക്കാൻ അവിടെ നിന്ന് അപ്പൊ മേഡം 6 മണി എന്ന് പറയുന്ന സമയത്ത് മേഡം റെഡിയാവും. ഉറപ്പാണ്. അത് ഓക്കെയാണ്. നമ്പർ ഓക്കെയാണ്. മേഡം നമ്പർ 847762 ശരി മേഡം. 6 മണി 6 മണിയാകുമ്പോൾ ഞങ്ങൾ വിളിക്കാൻ അത് തന്നെ പോകണം. വിളിച്ച് അന്വേഷിക്കും. മേഡം കൃത്യം നടപടി. ഓക്കെ. ഡോക്ടറിന്റെ പേര് ബീന. പേഷ്യന്റെ പേര് ഐശ്വര്യ. അന്വേഷിക്കണം. പക്ഷെ വേറൊരു കാര്യം, ഇതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സ നിഷേധിക്കുക, അവരെ ഭാഷയായിട്ട് ഒരു കുത്തുകൊണ്ട് അധികം ഇരിക്കട്ടെ എന്ന രീതിയിൽ കുത്തുകയോ അങ്ങനത്തെ രീതിയിൽ ക്രൂര നടപടികൾ ഉണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത് നൽപ്പിക്കുമ്പോൾ ഈ സാർ മേടിച്ചോണ്ട് പോയ ഐശ്വര്യ എന്ന് പറഞ്ഞ മേഡം ഇവിടെ വന്നപ്പോൾ അവരടുത്ത് പറഞ്ഞ് നിങ്ങൾ പാരിപ്പള്ളിയിലോട്ടോ എസ്റ്റേറ്റിലോട്ടോ പോകേണ്ടി വരും. കാരണം ഇവിടെ ചികിത്സ ലിഫ്റ്റ് ഇല്ല. നിങ്ങൾ തയ്യാറെടുത്ത് നിൽക്കണം. മനസ്സിലായോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് നമ്മളെന്ത് എന്തോ ദൈവമായിട്ട് അവർ 100 ദൈവം വിശ്വാസികൾക്കാണ് 100 ദൈവത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരിക്കുക. ഇതുവരെ പറഞ്ഞു വിട്ടില്ല. അങ്ങനെ ഉണ്ടാകും എന്നുള്ള കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. 100 കണക്കിന് ആൾക്കാർ ഉണ്ട്. മേഡം മേഡത്തിന്റെ കുറ്റം പറയുന്നല്ല ഞങ്ങള്. മേഡത്തിന്റെ കുറ്റം പറയുന്നല്ല. മേഡം പാവപ്പെട്ട മേഡമായിരിക്കും. പക്ഷെ മേഡത്തിനകത്തോട്ട് എത്തിക്കുന്നില്ലായിരിക്കും. മേഡത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മേഡം ഒരു ഇരിക്കുന്ന ആളല്ലേ. അല്ല, മേഡത്തിന് അതിനുള്ള അതോറിറ്റി ഉണ്ട്. മേഡം അത് അന്വേഷിക്കണം. അതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നടപടി. ഈ ലിഫ്റ്റ് മേഡം പറയുന്നത് അടിയന്തരമായിട്ട് റെഡിയാക്കിയത് യഥാർത്ഥത്തിൽ ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിക്ടോറിയെ സംബന്ധിച്ചിടത്തോളം ഈ 6-7 ദിവസവും നിസ്സാരമല്ല മേഡം. പറയുന്നത് ജില്ലാ ആശുപത്രി വിക്ടോറിയ എല്ലാം അടുത്തടുത്ത് കാണുന്നുണ്ട്. അങ്ങനെ പറയുന്നുള്ളൂ. ഇപ്പൊ ഒരു വസ്തു കാണുന്ന ചീനാണെങ്കിൽ 6 മണി എല്ലാത്തിനും നാട്ടമെന്നല്ലേ പറയുന്നത്. അവിടെ ഇവിടെ എല്ലാം അഴിമതിയാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലേ. അവിടെ മെഡിക്കൽ സ്റ്റോറിന്റെ മുമ്പിൽ ദിവസങ്ങളോളം മാനോള് പൊട്ടി കക്കൂസ് മാലിന്യം ഫാർമസിയുടെ മുമ്പില് ഞാൻ പോയി നേരിട്ടുണ്ട്. എന്റെ പോയി തൊട്ടുണ്ട്. അതിന്റെ തൊട്ടരികിലിരുന്ന ഒരു കൊച്ചു ഈ സമയം ഞങ്ങൾ സംസാരിച്ച് കളയുന്നില്ല. മേഡം അതിന്റെ കാര്യങ്ങൾ നടത്തി പരിശോധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഞങ്ങൾ 6 മണിയാകുമ്പോൾ എത്തും. ഓക്കെ ശരി.